കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കാണാതാകുക, അതും തന്റെ ഡ്യൂട്ടി സമയത്ത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അതാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എപ്പോഴാ പട്ടരെ അവസാനമായി കണ്ടത്? 1900. ഞാൻ ഡ്യൂട്ടി അരവിന്ദാക്ഷൻ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ പട്ടർ സെല്ലിലുണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്താ. സർ, ഡിപ്പാർട്ട്മെന്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഞാൻ അല്പം സ്മാർട്ടായി പോയി എന്ന കാരണത്താൽ അസൂയ പൂണ്ട ചില കുബുദ്ധികൾ എനിക്ക് നേരെ പാരവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പട്ടരുടെ തിരോധാനം എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മിസ്സായതും പോരാ, വിഡ്ഢിത്തം പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ കാണാതായ പ്രതിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്കെതിരെ ഏതോ നയവഞ്ചകരുടെ ഗൂഢാലോചന. അരവിന്ദാക്ഷൻ, യു മേ ഗോ. സർ, വസ്തുനിഷ്ഠമായി സർ. കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള ഒരാളെ രക്ഷപ്പെടുത്തുന്നതിൽ എളുപ്പം കൊല്ലുകയാണ്. കസ്റ്റംസുകാർ എത്ര ചോദിച്ചിട്ടും താനൊന്നും പറയാത്തതുകൊണ്ട് മാത്രമാണ് താനിപ്പോഴും ജീവനോടിരിക്കുന്നത്. മനസ്സിലായോ? അവരുപദ്രവിക്കുമ്പോഴൊക്കെ ഞാൻ എന്റെ മോനെ കുറിച്ച് ഓർത്തത്. അനന്തുവിനെ എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? 1 കോടി രൂപയുടെ സാധനം തൊലച്ചിട്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു മകൻ. വിവരം കിട്ടുമ്പോ അറിയിക്കാം. പാസ്പോർട്ടിൽ കള്ള അഡ്രസ് ആയതുകൊണ്ട് കസ്റ്റംസുകാർ അന്വേഷിച്ച് തന്റെ വീട്ടിലേക്കൊന്നും വരില്ല. താൻ അവരുടെ വായിച്ചെന്ന് ചാടായിരുന്നാ മതി. ഇല്ല സർ, വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. എന്റെ മോൻ. തന്റെ മോനെ എവിടെ ഉണ്ടെങ്കിലും തപ്പിത്തരാ. അന്വേഷിക്കുന്നുണ്ട്. വരട്ടെ. അതല്ലേ അയാളെ കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട്. ലെറ്റ് us wait and see. അച്ഛൻ ഇതുവരെ എവിടെയായിരുന്നു? കാണാൻ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. യാത്രയായിരുന്നു മോളെ. നമ്മുടെ അനന്തുവിനെ കുറിച്ച് ഇനിയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രാത്രി ഗുളിക കഴിച്ച് കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോ മോനെ ഓരോ പിച്ചും പേയും പറയുക. അനന്തേട്ടനെ കുറിച്ചായിരുന്നു എല്ലാം. 2 ദിവസമായിട്ട് ഇത്തിരി കൂടുതലാ. സാവിത്രി, അനന്തു വന്നു അല്ലേ? എനിക്കറിയായിരുന്നു എന്റെ അനന്തു വരുമെന്ന്. നാളെ ചിങ്ങപ്പിറപ്പിന് കാവിൽ പുഷ്പാഞ്ജലി നടത്താൻ. അയ്യോ, എന്റെ മോൻ വല്ലതും കഴിച്ചോ എന്തോ? അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛനും മോനും തമ്മിലുള്ള കുശലം പറച്ചിലൊക്കെ നാളെ മതി. 7:30 വെളുപ്പിന് അവന് കാവിൽ തൊഴേണ്ടതാ. നാരായണ, എന്റെ അനന്തുവിനെ രക്ഷിക്കണേ. മോനെ ആനന്ദു. അമ്മേ, മോളെ, വിഷ്ണു കൊല്ലപ്പെട്ടിട്ട് ഈ വെള്ളിയാഴ്ച 1 ആണ്ട് തികയുന്നു. തിരുനാവായയിൽ വിഷ്ണുവിന്റെ ബലിയിടാൻ അച്ഛൻ എല്ലാവരെയും കൊണ്ടുപോകാം. ഇനി അതൊക്കെയല്ലേ നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റൂ. മരുമകനാണെങ്കിലും അവൻ എനിക്ക് മകനെ പോലെയായിരുന്നു. ഈ വീടിന്റെ വിളക്ക് കരിന്തിരി കത്താൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ദുരന്തങ്ങളുടെയും വേദനകളുടെയും ശപിക്കപ്പെട്ട 1 വർഷം. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മോനെ അച്ഛൻ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആയത്. ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് മോനെ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അച്ഛൻ നീ മാപ്പ് തരില്ല അനന്തു, മാപ്പ് തരില്ല അനന്തു. മാപ്പ് തന്നു എന്ന് പറ മോനെ. പട്ടരുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാ. അടികൊള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട് എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ ഞാൻ കൂടെ താങ്ങാം. ആട്ടെ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചെന്നാലും എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രയ്ക്ക് സർക്കുലേഷൻ ആയി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്.
വെട്ടൊന്ന് മുറി രണ്ട്. മുറി രണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും സോറി സർ, സോറി. എനിക്കതല്ല. എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാര വടങ്ങ അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിലല്ല സാർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സാർ സാർ വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യിലില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാൻ എനിക്ക് പൈസ ഞാൻ തരാം. സാർ വയ്ക്കും. ആ നാണമില്ലല്ലോ. 50 രൂപ ചീറ്റിപ്പോയല്ലേ?